ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലും 2018 വെള്ളപ്പൊക്ക കാലഘട്ടത്തിലെ പൂർണ്ണമായും ഭവനം നഷ്ടപ്പെട്ട മറ്റ് സഹായങ്ങൾ ലഭിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്ന ഭവനങ്ങളുടെ താക്കോൽദാനത്തിന്റെ 2ാം ഘട്ടമാണ് ഇതിവിടെ നടക്കാൻ പോകുന്നത്. ചെങ്ങന്നൂർ താലൂക്കിൽ ചിന്മയ മിഷൻ 8 വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂർ താലൂക്കിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകിയ സംഘടന ചിന്മയ മിഷനാണ്. ആ പ്രളയത്തിലെ ചെങ്ങന്നൂരിലുണ്ടായ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഫോട്ടോ എടുത്ത് സ്വാമിജിയും സുരേഷ് കുമാർ സാറിനും നമ്മൾ അയച്ചു കൊടുത്തപ്പോൾ സ്വാമിജി സുരേഷ് കുമാർ സാർ അവർ ചിന്മയ മിഷന്റെ ആഗോള അധ്യക്ഷനെ അറിയിക്കുകയും അന്ന് മുതൽ തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നുള്ള മിഷൻ പ്രവർത്തകരുടെയും സഹായം ജനങ്ങളെ സഹായിക്കേണ്ടതുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലെ നിത്യോപയോഗ സാധനങ്ങളായിരുന്നു. ഏകദേശം 70 ലക്ഷം രൂപയോളം സാധനങ്ങൾ നമ്മളുടെ സ്വാമി സുരേഷ്കുമാർ സാറിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ചിവിടെ വിതരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. 2ാം ഘട്ടത്തിലെ നമ്മുടെ ലോകത്തിന്റെ തന്നെ പല ഭാഗത്തുള്ള പൂജനീയ സ്വാമിജി ചിന്മയാനന്ദ സരസ്വതിയുടെ ഡിവോട്ടീസ് അയച്ചു കൊടുത്ത സംഭാവനകൾ ഉപയോഗിച്ച് കേരളത്തിൽ അങ്ങോളം ചിന്മയ മിഷൻ വീട് വയ്ക്കുന്നുണ്ട്. ചെങ്ങന്നൂരിലെ കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ പരാമർശിച്ചത്. ഹോം ഫോർ ഹോംലെസിലൂടെ 100 കണക്കിന് വീടുകളാണ് ചിന്മയ മിഷനെ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചാരിറ്റി പ്രവർത്തനത്തിൽ ചിന്മയ മിഷനെ ഒരു വളരെ കാലത്തേക്ക് ഒരു ഉതകുന്ന രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനം, ഒരു ചെറിയ ഒരു പ്രവർത്തനത്തിൽ കൂടെ ഒരു താൽക്കാലികമായ ഒരു മൈൻഡിനല്ലാതെ ഒരു കുടുംബം രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ ചെയ്യുന്ന ഈ ചാരിറ്റി പ്രവർത്തനം അതില് പങ്കാളികളാകാനും നിങ്ങൾക്കൊക്കെ സേവനം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചതും ചിന്മയ മിഷൻ പ്രവർത്തകരെ, നമ്മുടെ അധ്യാപകരെ, നമ്മുടെ രക്ഷകർത്താക്കള്, സഹകാരിക പ്രവർത്തകരെ, ഒത്തിരി പേരെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ജീവനക്കാരുടെ തത്വത്തിൽ തന്നെ ആ വീട്ടിലേക്കുള്ള സാമഗ്രികൾ കൊണ്ടിരുന്നതിനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനം കാരണം എങ്ങനെയൊക്കെ ചെലവ് ലാഭിക്കാൻ പറ്റുമോ അത്രയും ചെലവ് ലാഭിച്ച് ഒരു 400 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് നമ്മൾ നിർമ്മിച്ചിപ്പോ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4 കുടുംബങ്ങൾക്കാണ് നമ്മൾ വീട് സംഭാവന നൽകിയത്. കോടയാടുകര അനിൽകുമാർ, മുണ്ടൻകാവിലുള്ള പ്രസാദ് എന്നുള്ള കുടുംബത്തിന്, ഇടനാട്ടിൽ രാധാകൃഷ്ണനുള്ള കുടുംബത്തിന്, പ്രയാഗ് അനിൽകുമാർ, ഇവർക്കാണ് ആദ്യഘട്ടത്തില് നമ്മൾ ഭവനം നിർമ്മിച്ച് നൽകിയത്. 2ാം ഘട്ടത്തിൽ 4 വീടുകളാണ് നമ്മൾ നൽകുന്നത്. അതിന് നമ്മളിപ്പോൾ നൽകുന്ന വീടുകൾ കുമാരി പാണ്ടനാട്, വത്സല വൻമഴി, പൊന്നമ്മ മുണ്ടൻകാവ്, ഭാസ്കരൻ കുമയാചേര, ഇവർക്കാണ് 2ാം ഘട്ടത്തിലെ വീടുകൾ നമ്മൾ നൽകുന്നത്. അധ്യക്ഷ ഭാഷണത്തിനായിട്ട് സുരേഷ് കുമാർ സാറിനെ ക്ഷണിച്ചു കൊടുക്കും. ഇന്നത്തെ ഈ ചടങ്ങിൽ ഏറ്റവും വിശിഷ്ടരായി വന്നിരിക്കുന്ന
താക്കോൽ ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും ചിന്നയുടെ രഹസ്യങ്ങളിലെ അടിക്കൂടുതലായ എല്ലാ ടീച്ചേഴ്സിനും ആദ്യമായിട്ട് നൽകിയ നമസ്കാരം കഴിഞ്ഞു. ഞാൻ എവിടെയോ വായിച്ചതാണ്, ഒരു വീട് എന്ന് പറയുന്നത് ഒരു ചെടിയുടെ താഴെയുള്ള അല്ലെങ്കിൽ ആ ചെടി വളർന്നു വരുന്ന മണ്ണിന് കമ്പയർ ചെയ്ത് തോന്നിച്ചൊരു വാക്ക് ആഖ്യായികനെ വായിക്കുന്നത് വളരെ ഡീപ്പായിട്ടുള്ളൊരു നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. ഏത് ചെടിക്കും വളർന്നു വരാൻ മണ്ണ് വേണമെന്നുള്ള തീർച്ചയാണ്. പക്ഷേ നമ്മൾ ആ ചെടിയെ ഒന്ന് മാറ്റി നടുമ്പോൾ സാധാരണ അത് മാറ്റി നട്ടെടുത്ത് വളർന്നെങ്കിൽ ആ ചെടിയുടെ മണ്ണോടുകൂടി ഇളക്കുക എന്നൊരു ചടങ്ങാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. എത്ര കണ്ട് ആ ചെടിയും ആ മണ്ണ് വളർന്നു വന്ന മണ്ണിനോട് അടുപ്പവും പ്രാധാന്യം. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അവരുടെ സ്വന്തം വീട്. ഇപ്പം ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ ഹോം എന്നുള്ള വാക്കിന് ഉള്ള പ്രാധാന്യം നമുക്കറിയാം. You can build houses, but to turn that into your home, അതൊരു വീടാക്കി മാറണമെങ്കിൽ ആ കുടുംബം അതുമായിട്ട് ചേർന്ന് അതിനെ ഒരു വീടായിട്ട് മാറ്റണം. ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോം ടൗൺ എന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെ വരുന്നത് നിങ്ങളുടെ ഹോം ടൗൺ ഏതാണ്? അപ്പൊ ആ ഹോം എന്നുള്ള വാക്കിന്റെ പ്രാധാന്യം അത്ര വലുതാണ്. ഒരു കുടുംബത്തിന് ആ വീടുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ പലർക്കും ജീവിതത്തിൽ ഒരു വീട് വയ്ക്കാൻ സാധാരണ കഴിയും. ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ വീട് വെച്ച് ഇങ്ങനെ കച്ചവടം ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് വീടല്ല, അതൊരു സ്ട്രക്ചർ മാത്രം. പക്ഷെ സ്വന്തമായിട്ട് താമസിക്കാനുള്ള ഒരു വീട് വെച്ച് അതിലേക്ക് മാറി താമസിക്കുക എന്ന് പറയുന്നത് ഇന്നൊരു സാധാരണക്കാരനെ നമ്മളെ പോലുള്ളവർക്കെല്ലാം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു സംഭവം. ഇത് രണ്ടാം ഘട്ടമായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ചടങ്ങ് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റിയത്. അതും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഇങ്ങനൊരു വീട് വെച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ 2-3 ഘട്ടങ്ങളിലായിട്ട് ചെയ്യാൻ കഴിവ് അല്ലെങ്കിൽ അത് സാധിച്ചു തരിക എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ട് മാത്രം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കഴിഞ്ഞ തവണ നമ്മൾ വീട് വെച്ച് കൊടുത്തപ്പോൾ ആ വീട് ഏറ്റുവാങ്ങിയതിൽ ഒരാൾ പറഞ്ഞ വാക്കുകളാണ്, സാറേ ഞാൻ ഇതുവരെ എന്റെ വീട്ടുപേര് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ലായിരുന്നു. ഇന്നെനിക്ക് പറയാം, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് പറയാം, ചിന്മയ വീട്ടിലെ അല്ലെങ്കിൽ ചിന്മയത്തിലെ ഇന്നാളുടെ മകനാണ്. അത് ഇതുവരെ എന്റെ ചെവിയിൽ നിന്ന് പോയിട്ടില്ല. കാരണം നമുക്കത് വേണ്ടി വന്നില്ല. നമ്മുടെ ഒരു വീട്ടിന്റെ പേര് അല്ലെങ്കിൽ ആ കുടുംബ പേര് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്കത് തുടർന്ന് അനുഭവിക്കാൻ പറ്റും. അതില്ലാതിരുന്ന ഒരാൾ കഴിഞ്ഞ നാളത്തെ ആ പരിപാടി കഴിഞ്ഞ് പറഞ്ഞപ്പോഴാണ് എനിക്കതിന്റെ പ്രാധാന്യം മനസ്സിലായത്. അപ്പോൾ ഇന്ന് മറ്റു 4 പേരെയും കൂടെ നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ചേർക്കാൻ പറ്റിയത് ശരിക്ക് അഭിമാനം നമുക്ക് എല്ലാവർക്കും വേണം. സ്വാമിജിയുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനമായിരുന്നു നമ്മളെല്ലാവർക്കും ഹോം ഫോർ ഹോംലെസ് എന്ന പദ്ധതി ആരംഭിച്ചത്. ഇന്ന് നേരത്തെ അശോകൻ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് തൊട്ട് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് തിരുവനന്തപുരത്ത് വരെയായി നമ്മൾ 20-25 വീടുകൾ പണിക്കും താക്കോൽ കൊടുത്തു കഴിഞ്ഞു. ഇത് തുടർച്ചയായിട്ട് നടത്തുന്നതാണ്. അല്ലാതെ സമയബന്ധിതമായിട്ട് ഇത്ര വീടുകൾ തീർക്കാമെന്നോ, നമ്മുടെ കഴിവനുസരിച്ച് ഓരോ കുട്ടികളുടെയും ഓരോ പേരൻസിന്റെയും ഓരോ നാട്ടുകാരുടെയും ചെറിയ ചെറിയ സഹായങ്ങളിൽ കൂടെ സ്വരൂപിച്ച ആ ധനം ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്കീമിലേക്ക്. ഇന്ന് അടുത്ത 2ാം ഘട്ടം ചെങ്ങന്നൂര് ഈ പ്രളയം ബാധിച്ചിട്ട് 3
പ്രത്യേകിച്ച് ആ വീടുകളിലേക്ക് താമസം മാറുന്നവർക്ക് എപ്പോഴും ജഗദീശ്വരൻ്റെ അനുഗ്രഹം സാക്ഷാൽ ഭഗവാന്റെ കാര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. शुभं कुरुत्वं कल्याणम् आरोग्यं धनसम्पदः शुभं कुरुत्वं कल्याणम् आरोग्यं धनसम्पदः शत्रुबुद्धिविनाशाय दीपज्योतिर्नमोऽस्तुते दीपज्योतिर्नमोऽस्तुते शुभं कुरुत्वं कल्याणम् आरोग्यं धनसम्पदः ഇത് നമ്മുടെ ഭവനദാന പദ്ധതിയിലെ ചെങ്ങന്നൂർ പരിപാടിയിലെ 2ാം ഘട്ടമാണെന്ന് നമുക്കേവർക്കും അറിയാം. ആദ്യ ഘട്ടം കഴിഞ്ഞ വർഷമാണ് നടക്കുന്നത്. ഇത്തവണ നമ്മൾ 4 ഭവനങ്ങൾ ഭവനരഹിതർക്ക് നൽകുകയാണ്. നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തില് ഈ ദാനം എന്ന പ്രക്രിയയില് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ദാതാവ്, കൊടുക്കുന്നയാണ്. 2 സ്വീകർത്താവ്, വാങ്ങുന്നയാൾ അല്ലെങ്കിൽ ഗുണഭോക്താവ്, ബെനഫാക്ടറി, ബെനഫിഷ്യറി. നമ്മുടെ സംസ്കാരത്തിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇവിടെ ദാതാവോ കേവൻ, സ്വീകർത്താവോ കേവൻ. നമ്മുടെ ശാസ്ത്രം, വളരെ ആധ്യാത്മിക ശാസ്ത്രം, നമ്മുടെ ഉപനിഷത്തുക്കള് പ്രത്യേകം പറയുന്നുണ്ട്, സ്വീകർത്താവാണ് പ്രധാനം. പ്രധാനപ്പെട്ട ഘടകം സ്വീകർത്താവ്. നമ്മുടെ ഐത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ദാനം കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? ശ്രദ്ധയാ ദേയം, അശ്രദ്ധയാ അദേയം, ശ്രിയാ ദേയം, ക്രിയാ ദേയം, സംവിധാ ദേയം. ദാനത്തെപ്പറ്റി ഇത്രമാത്രം മഹത്വവൽക്കരിച്ചാണ് പറയുന്നത്. കൊടുക്കുന്നയാണ് എപ്പോഴും 2ാമനാണ്. കാരണം വാങ്ങുന്നയാൾ അങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണ്. അത് ഈശ്വരാനുഗ്രഹമാണ്. ഈ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനെയാണ് കാണിക്കുന്നത്. ഇവിടെ പലയിടത്തും നേരെ മറിച്ചാണെങ്കിൽ കൂടി കൊടുക്കുന്നയാളുടെ മനോഭാവം ഈ വിധത്തിലായിരിക്കണം എന്നാണ് നമ്മുടെ ശാസ്ത്രം ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നത്. അതായത് എനിക്ക് ഇങ്ങനെയൊരു അവസരം ഉണ്ടായല്ലോ കൊടുക്കുവാൻ, ഇതൊരു ഈശ്വരൻ തന്ന ഒരു അനുഗ്രഹമാണ്, ഇത് സ്വീകരിക്കാൻ ആളുണ്ടല്ലോ. നമ്മുടെ അത് ഏത് മതത്തിലാണെങ്കിലും, ഹിന്ദു മതത്തിലായിക്കോട്ടെ, ക്രിസ്തു മതത്തിലായിക്കോട്ടെ, ഇസ്ലാം മതത്തിലായിക്കോട്ടെ, എല്ലായിടത്തും നമ്മുടെ അഹങ്കാരത്തിന്റെ നിരാസം, എലിമിനേഷൻ ഓഫ് അവർ ഈഗോ, അതാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ ലക്ഷ്യം, മതത്തിന്റെ ലക്ഷ്യം.
ലക്ഷ്യം അത് തന്നെ. നമ്മുടെ അഹങ്കാരത്തിന്റെ ജ്ഞാനഭാവത്തിന്റെ അതിനെ ഉന്മൂലനം ചെയ്യുക. അപ്പൊ കൊടുക്കുമ്പോൾ ഈ മനോഭാവത്തോടുകൂടി വേണം. ഞാൻ കൊടുക്കുന്നതാണ് ചിന്മയാനുഷ്ഠാനം ചിലപ്പം നമ്മുടെ ഗുരുദേവ ചിന്മയാനുസ്വാമികൾ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് ഉപനിഷത്തിലെ ഇക്കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധയോടുകൂടി കൊടുക്കണം. അതായത് കൊടുക്കുന്നയാൾ അതുപോലെ വാങ്ങുന്നയാൾ രണ്ടുപേരും അഭിവൃദ്ധിപ്പെടും. ശ്രദ്ധയാ ദയം, അശ്രദ്ധയാ അധേയം. അശ്രദ്ധയോടുകൂടി കൊടുക്കരുത്, വൈമനസ്സോടുകൂടി കൊടുക്കരുത്, വൈമുഖ്യത്തോടുകൂടി കൊടുക്കരുത്. ശ്രീയാദേയം ഇത് കൊടുക്കുന്നയാൾക്ക് വാങ്ങുന്നയാൾക്ക് ശ്രീ സംഭവിക്കണം, ഐശ്വര്യം സംഭവിക്കണം. മാത്രമല്ല ക്രിയാദേയം, ക്രിയാദേയം എന്ന് പറഞ്ഞാൽ ലജ്ജയോടുകൂടി കൊടുക്കണം. എന്താ ഈ ലജ്ജയോടുകൂടി കൊടുക്കുന്നത്? എനിക്ക് ഇത്രയും കൊടുക്കാൻ സാധിച്ചിട്ടുള്ളല്ലോ എന്ന ആ എളിമയോടുകൂടി ആ വിനയഭാവത്തോടുകൂടി വേണം നമ്മൾ ദാനം ചെയ്യാൻ. അപ്പം പിന്നെ സംവിധാനം അറിഞ്ഞ് കൊടുക്കണം. യഥാശക്തി യഥോചിതമായിട്ട് അറിഞ്ഞു. നോക്കൂ, കഴിഞ്ഞ 20 വർഷം 2018 ചെങ്ങന്നൂർ എങ്ങനെയാണെന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം അതിന്റെ ആ പ്രളയം വാരി വിതച്ച ദുരന്തങ്ങൾ അതിനുശേഷമാണ് അത് നമുക്ക് ഇവിടെ വരാൻ പറ്റിയത്. കാരണം വരാനുള്ള മാർഗങ്ങളുടെ തടസ്സപ്പെട്ടിരുന്നു. പക്ഷെ അതിന്റെ പരിണത ഫലങ്ങള് നമ്മൾ നേരിട്ട് അതിന്റെ ദുരിതം അനുഭവിച്ചവരുടെ ആ സാക്ഷ്യപ്പെടുത്തലുകൾ നമ്മൾ കേട്ടു, കുറെ കാണുകയും ചെയ്തു. അപ്പം ഈ സ്കൂൾ തന്നെ വെള്ളത്തിനടിയിലെ ഇതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. നമ്മളത് നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് വിട്ടു. നമ്മുടെ അവര് അത് ലോകത്തെമ്പാടും കാശി ലോകത്തെമ്പാടുള്ള ചിന്മയ മിഷൻ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആഗോള പ്രസ്ഥാനമാണ്. എല്ലായിടത്തും ഇവരെ കാശി. അങ്ങനെ ഫണ്ട്സ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ചിന്മയ ബ്യൂട്ടീസ് അവർക്ക് എല്ലാം സെൻട്രൽ ചിന്മയ മിഷൻ ഗോവയിലേക്ക് അവരയച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും സഹായം എത്തിച്ചു. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. സഹായത്തിനുള്ള സാമ്പത്തികമായ സഹായം കൊടുത്തു. പക്ഷെ അതിലുപരിയായിട്ട് വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോക്കലായിട്ട് ഉദാഹരണം ചെങ്ങന്നൂർ ആരെങ്കിലും ഏറ്റെടുക്കണം. ഇപ്പൊ എന്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ നമ്മള് പല മിഷൻ കേന്ദ്രങ്ങളിലും എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഒരു അവസരമുണ്ട്. ഈ ലോകത്തെമ്പാടുമുള്ള ചിന്മയ ഭക്തന്മാർ കൊടുത്തിരിക്കുന്ന ധനം അത് വിഷ്ണുക്കുട്ടികൾ വീട് രൂപത്തിൽ കൊടുത്താം. പക്ഷെ അത് സന്നദ്ധ സേന തയ്യാറാണ്. വീട് വെച്ചു കൊടുക്കാനുള്ള ആ ബദ്ധപ്പാട്, ആ വിഷമം അത് ഏറ്റെടുക്കാനാണുള്ളത്. കേരളത്തില് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും ചെങ്ങന്നൂരിനെ പറ്റി. ചെങ്ങന്നൂരുള്ള ശ്രീ അശോകൻ പ്രതിഭ ഇവിടുത്തെ ടീം അവരാണ് എടുക്കാൻ ധൈര്യത്തോടു കൂടിയിട്ട് ഏറ്റെടുക്കാവുന്നത്. ചിലപ്പോൾ മത്സരം ഒരു ബാധ്യതയാവുമല്ലോ, ഉത്തരവാദിത്വമാവുമല്ലോ. പിന്നെ അത് കേൾക്കുന്നുണ്ടോ, പിന്നെ സ്വാമി ഇടയ്ക്കിടയ്ക്ക് എന്തായി സൗകര്യം ചെയ്യപ്പെട്ടു, ഞാൻ നന്നാ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായി. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്ത പലരുണ്ട്. പക്ഷെ ഇവിടെ ചെങ്ങന്നൂരിന്റെ നമ്മുടെ സംഘാടകര് അത് വളരെ ധൈര്യമായിട്ട് ഏറ്റെടുത്തു. ഈ രണ്ടാമത്തെ ഭഗവാന പരിപാടിയിലൂടെ വിജയിപ്പിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് ഇവിടുത്തെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു സ്ഥാപനമാണ്. 2006 ചിന്മയ മിഷൻ ഈ സ്കൂൾ ഏറ്റെടുത്തത്. ഈ 14 വർഷക്കാലത്തിനുള്ളിൽ അഭൂതപൂർവമായിട്ടുള്ള, അത്ഭുതാത്മകമായിട്ടുള്ള, അവിശ്വസനീയമായിട്ടുള്ള നേട്ടമാണ്
ഈ സ്കൂൾ നേടിയിരിക്കുന്നെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരുടെയും അവരുടെ ടീം, ഇവിടുത്തെ പ്രിൻസിപ്പള്, സ്റ്റാഫ് എല്ലാവരും കൂടെ ചേർന്ന ആ കൂട്ടായ്മയോടുകൂടിയുള്ള പ്രവർത്തനം ഹേതുവായിട്ടാണ് ഇന്ന് നമ്മൾ വിജയത്തിന്റെ കൊടികൾ പാടിപ്പുറപ്പിക്കുന്നത്. അതിന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ഇത് സുരേഷ് ജി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അത് ഈ ഹോമും ഹൗസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ചിന്മയ ഹൗസസ് അല്ലെങ്കിൽ ചിന്മയ ഭവനങ്ങൾ ആരംഭിക്കുന്നവർക്ക് ഈ ഭൗതികമായിട്ടുള്ള സൗകര്യം മാത്രം പോരാ, അവര് ഭാരതീയ സംസ്കൃതിയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വീടിനെ, ഇന്ന് നിങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ വീടിനെ മനോഹരമായിട്ടുള്ള ഒരു ഹോം, ഒരു ഗൃഹം, അവിടെ ഗൃഹസ്ഥനും ഗൃഹിണിയും അതുപോലെ മറ്റ് അംഗങ്ങളും എല്ലാം കൂടെ ചേർന്ന് വളരെ സാമരസ്യത്തോടുകൂടി വളരെ ഐശ്വര്യത്തെ വഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുമാറാകട്ടെ. അതിന് അവരവർ ശ്രമിക്കണം. അതുപോലെ ഈശ്വരന്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇന്നത്തെ പരിപാടിക്ക് വിശിഷ്ട അതിഥികളായിട്ട് രണ്ടുപേരാണുള്ളത്. രാജേട്ടന് ശിവരാജ് സാറ്. രാജേട്ടനെ വരാൻ പറ്റില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആശംസ ഇപ്പൊ ഇവിടെ വീഡിയോയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. പ്രിയമുള്ളവർ, സജ്ജരായിരിക്കുന്ന എല്ലാ മഹത്തുക്കൾക്കും വളരെ വിനീതമായ നമസ്കാരം. സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങൾ, ചെങ്ങന്നൂർ ചിന്മയാംശൻ്റെ ജീവകാരുണികമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരാശ്രയതുമായ വേറെ പാവങ്ങൾക്ക് ചെയ്തു വരുന്ന സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടു ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് കഴിയേണ്ടി വന്ന ഒട്ടേറെ പാവങ്ങൾക്ക് സഹായം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ്. സ്വന്തം മണ്ണിൽ കേറിക്കിടക്കാൻ ഒരിടം കിട്ടുക എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും നേട്ടവും അനുഗ്രഹവുമാണ്. അത് നിറവേറ്റാൻ ചിന്മയ മിഷന് സാധിക്കുന്നു. പൂജനീയ ചിന്മയാനന്ദ സ്വാമിജി മഹാരാജ് കേരളത്തിലുടനീളം അദ്ദേഹം ഗീതാ പ്രഭാഷണങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തുമ്പോൾ എന്നും നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നത് ഇതുപോലെ പാവങ്ങൾക്ക് നൽകുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സേവന സന്നദ്ധ പ്രവർത്തനം നടത്തുന്നത്, അവരുടെ സഹായത്തിന് വേണ്ടി കൈനീട്ടുന്നത് ഏറ്റവും വലിയ ഈശ്വരീയമായ ഒരു പ്രവർത്തനമാണ്. ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കുകയും സേവിക്കുകയും അവരുടെ കഷ്ടപ്പാടുകൾ അകറ്റാൻ വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യുകയും ഒക്കെ സാധിച്ചാൽ അത് ആ ആളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ധാർമ്മിക അവബോധം കൊണ്ടാണ്. തന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് കരുതുകയും തന്നിൽ കുടികൊള്ളുന്ന ഈശ്വരീയമായ ചൈതന്യമാണ് ഈ ചുറ്റുപാടുള്ള എല്ലാ ചരാചരങ്ങളിലും ഉള്ളത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ആധ്യാത്മികമായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൂജനീയ ചിന്മയാനന്ദ സ്വാമി പറഞ്ഞത്, ബി ഗുഡ്, ഡു ഗുഡ്. നമ്മൾ നല്ലവരായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ നല്ലവരായിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയവും ചിന്തയും പ്രവൃത്തിയും എല്ലാം സംശുദ്ധമാവും, നിഷ്കാമമാവും, നിസ്വാർത്ഥമാവും, സത്യസന്ധമാവും. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. ആദ്യം നാം സ്വയം നന്നാവുക, മറ്റുള്ളവരെ നന്നാക്കാൻ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ബി ഹാപ്പി. എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുക, മേക്ക് അതേഴ്സ് ഹാപ്പി. മറ്റുള്ളവരെയും സന്തുഷ്ടരാക്കുക. പൂജനീയ സ്വാമിജി ഇതെല്ലാം പറഞ്ഞത് ഗീതയുടെ അടിസ്ഥാനത്തിലാണ്. ഗീത ഉദ്ബോധിപ്പിക്കുന്ന
മുഖ്യിക്കുന്ന ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും അദ്ദേഹം ജീവകാരുണികമായ പ്രവർത്തനങ്ങളിലായിരുന്നു ഊന്നൽ നൽകിയത്. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്ത് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലെന്നും നമ്മുടെ മാർഗദർശിത്വം സ്വാമിജി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചിന്മയ മിഷൻ ഇവിടെ ചെങ്ങന്നൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂജനീയ ചിന്മയാനന്ദ സ്വാമി മഹാരാജന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാനും അത് ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നി അത് സമൂഹത്തിലാകെ വലിയ സമഗ്രമായ ഒരു പരിവർത്തനം ഉണ്ടാക്കാനും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ഇവിടെ ഭവനദാനം നടത്തുമ്പോൾ കയറിക്കിടക്കാൻ ഇടം സ്വന്തമായി കിട്ടുന്നുവെന്ന് കുടുംബാംഗങ്ങൾ വിചാരിക്കുമ്പോൾ അവരുടെ ഹൃദയാന്തരാളത്തിൽ ഒരു സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും നേരിയ ചലനങ്ങളുണ്ടാകാം. അതൊരു വലിയ ആത്മസംതൃപ്തിയാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം മറ്റുള്ളവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ്. കുമാരനാശൻ പറഞ്ഞതുപോലെ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. മറ്റുള്ളവരുടെ അവർക്ക് സുഖത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ഒരിക്കൽ പൂജനീയ സ്വാമിജി ചോദിച്ചു, നിങ്ങൾക്ക് ധന്യരാകണോ ധനികരാകണോ? എല്ലാവരും ഇന്ന് കഷ്ടപ്പെടുന്നതും നെട്ടോട്ടം ഇടുന്നതും എല്ലാം ധനികരാകാനാണ്. പണം വാരിപ്പോയി കൂമ്പാരം കൂട്ടി അതിൻ്റെ മുകളിൽ സ്വൈരമായി സമാധാനപരമായി ശാന്തിയോടുകൂടി കഴിയാം എന്നാണ് നാം വിചാരിക്കുന്നത്. ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്നവരാണ് പലരും. പക്ഷേ സ്വാമിജി പറയുന്നു, ധനികനാവുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ധന്യരാവുക എന്നുള്ളതാണ്. ധന്യരാകുന്നത് പണം സമ്പാദിച്ചുകൊണ്ടല്ല. നമ്മുടെ കൈവശമുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് അവരുടെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ധന്യരാകുന്നത്. അങ്ങനെ ജീവിതം ധന്യമാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ധന്യമാകുന്നത് ആത്മബോധത്തിലൂടെയാണ്, ഞാൻ ആര് എന്നുള്ള അറിവിലൂടെയാണ്. ആ അറിവാണ് പൂജനീയ സ്വാമിജി എപ്പോഴും പറഞ്ഞു തന്നിരിക്കുന്നത്. ചിന്മയ മിഷന്റെ പ്രവർത്തനം കേരളത്തിൽ വന്നതോടുകൂടിയാണ് വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായത്. എത്രയെത്ര കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളാണ് ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നിഷ്കാമമായ വളരെ മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. സേവന രംഗത്തും വളരെയേറെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെങ്ങന്നൂരായിരുന്നാലും ഇവിടെ ഇത്രയും വീടുകൾ പണിത് കൊടുത്തു, അതിന് വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ ഒന്നാം ഘട്ടത്തിലും നിരവധി വീടുകൾ പണിത് കൊടുത്തത് രണ്ടാം ഘട്ടമാണ്. അത് കൂടുതൽ ആളുകളിലേക്ക് കടന്നിറങ്ങി ചെന്ന് ജനസമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച് അങ്ങനെ സമൂഹത്തിൽ സംതൃപ്തി സന്തോഷവും എല്ലാവർക്കും പ്രദാനം ചെയ്യാൻ ചിന്മയ മിഷൻ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ചിന്മയ മിഷൻ ചെങ്ങന്നൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ രംഗത്തും ഇവിടുത്തെ മറ്റ് സാമൂഹ്യ മണ്ഡലങ്ങളിലും എല്ലാം ഇനിയും ഒട്ടേറെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരണയും പ്രചോദനവും നൽകട്ടെ. പൂജനീയ ചിന്മയാനന്ദ സ്വാമി മഹാരാജൻ്റെ എല്ലാ അനുഗ്രഹാശസ്സുകളും ഈ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകട്ടെ. മേൽക്കുമേൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്ത്, ശേഷി, ശേമുഷി ഇതിൻ്റെ പ്രവർത്തകർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നേരിൽ വന്ന് യോഗത്തിൽ പങ്കെടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നടുവേദന വളരെ രൂക്ഷമായി കലശലായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബെഡ് റെസ്റ്റിലാണ്. ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേരിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയാതെ വരുന്നത്. ഏതായിരുന്നാലും ഈ എല്ലാവിധ ആശംസകളും ഞാൻ നൽകുന്നു. ഇതിൻ്റെ പ്രവർത്തകർക്ക് എൻ്റെ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ. സ്വാമി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പങ്കെടുക്കുക എന്നത് ഭാഗ്യമായി തന്നെ കരുതി
15 വർഷക്കാലമായിട്ട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ കൂടിയാണ്. അപ്പം പലപ്പോഴും നമുക്കറിയാം വാർത്തകളിൽ എന്തെങ്കിലും കുറവ് വരുമ്പോൾ പൊതുവിഷയങ്ങൾ നിലനിൽക്കുന്ന പൊതുവിഷയങ്ങൾ എടുത്തൊരു വാർത്തയുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാലിന്യ കൂമ്പാരം എന്നുള്ളത്. അവിടെ പലപ്പോഴും പറയാൻ കുഞ്ഞ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് മാലിന്യം അവിടെ കൂടിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് തകരാറും അസ്വാസ്ഥ്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. സ്കൂളിന്റെ പ്രവർത്തനത്തേക്ക് ശരിയായ രീതിയിൽ നൽകാറുണ്ട്. ഇങ്ങനെ നിരവധി തവണ പഠനത്തിൽ വാർത്ത ചെയ്തിട്ടുള്ള എനിക്ക് ഈ നഗരത്തിന് നഗരസഭാ ചെയർമാൻ എന്ന നിലയിലേക്ക് വരുമ്പോൾ എനിക്കത് കണ്ണടച്ച് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നഗരസഭാ ചെയർമാനായ സമയത്ത് ആദ്യമേ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ഈ നഗരത്തിലെയും സമീപ ജില്ലകളുടെ അടക്കം മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന സ്ഥലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ ഒരു മാസത്തിനകം ഈ നഗരത്തിലെ മാലിന്യ നിക്ഷേപം നിർത്തുമെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് ഈ നഗരത്തിൽ നഗരസഭയുടെ മാലിന്യ വണ്ടി 2 ട്രിപ്പ് മാലിന്യമാണ് ഈ ഗ്രൗണ്ടിൽ കൊണ്ട് അടിച്ചിട്ടുള്ളത്. ഇപ്പൊ ആ വണ്ടി ഓടുന്നില്ല. അത്യാവശ്യം വേറെ കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഓടുന്നത്. നഗരസഭയിൽ പല വ്യാപാര സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ജനങ്ങളെ കണ്ട് ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നവരെ ബോധ്യപ്പെടുത്തി. ഇപ്പൊ തന്നെ നമ്മൾ എല്ലാ വീടുകളിലേക്കും 1750 രൂപയുടെ സൗജന്യമായി ബയോബിൻ വിതരണം ചെയ്യാണ്. 6000 ബയോബിനാണ് 7000 ബയോബിനാണ് വിതരണം ചെയ്തത്. ഒപ്പം അത്യാവശ്യം ആരൊക്കെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ അവർക്ക് മുഴുവൻ 10500 രൂപയുടെ ബയോഗ്യാസ് പ്ലാന്റ് സമ്പൂർണ്ണമായി നമ്മൾ വിതരണം ചെയ്തത്. അപ്പം ഒരു പരിധിവരെ മാലിന്യങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളായി വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ മറ്റു ഏജൻസി വഴി നീക്കം ചെയ്യാനുള്ള സംവിധാനമായി. എന്നാലും പല സ്ഥലത്തും മാലിന്യം വരുമ്പോൾ ഇത് സംബന്ധിച്ച് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും ഒക്കെ വരുമ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ മാലിന്യം എടുത്ത് തൊട്ടടുത്ത ദിവസം വരുമ്പോൾ വാർത്ത കഴിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നവംബർ 11 വരെയാണ് എന്റെ കാലയളവ്. ആ കാലയളവിൽ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ പെരുകുളം വാർത്തയ്ക്കുള്ളിൽ തന്നെ മാലിന്യം നിക്ഷേപിക്കത്തില്ല. അത് എനിക്ക് പുതിയ എന്റെ കാലയളവിൽ വൃത്തിയാക്കാൻ കഴിയുമെന്നുള്ള സംശയമില്ല. അതിനകത്ത് ഏറ്റവും പ്രധാന ഗുണഭോക്താക്കൾ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ചിന്യ വിദ്യാലയത്തിൽ കൊച്ചു കുട്ടികളടക്കമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കാൻ കഴിയും. ഒപ്പം ഞാൻ ഇവിടെ 14 കാലമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. എല്ലാ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിയമപരമായി നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. നഗരസഭാ ചെയർമാന്റെ കണക്ക് ആ പ്രദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികമായിട്ടുള്ള ദുരിതാശ്വാസ നിധി എന്നുള്ളത്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന പോലെ തന്നെ ഇവിടെ നഗരസഭാ ചെയർമാന്റെ ദുരിതാശ്വാസ നിധി രൂപീകരിച്ച് 38 പേർക്ക് ഈ കാലഘട്ടത്തിൽ വീടുകളിൽ കൊണ്ട് ചികിത്സാ സഹായം കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പം അത് ഒരു പരിധിവരെ പലരും ചിന്തിച്ചത് ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ലാന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഒപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളെ, ഏതൊക്കെ സമുദായ സംഘടനകളെ, ഏതൊക്കെ സന്നദ്ധ സംഘടനകളെ ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്ന് ഒരു വർഷക്കാലം കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ക്രിസ്ത്യൻ കോളേജിലെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് സെന്റർ. അവിടെ ഒമാൻ കേന്ദ്രമായിട്ടുള്ള ട്രാൻസ്പോർട്ടുകാർ 1.5 ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. നിരവധി സംഘടനകൾ ഇവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്ലേറ്റ്, ഗ്ലാസ് അടക്കം മറ്റു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് സെന്ററുകളെക്കാട്ടി സുഖമായിട്ട് അവിടെ കഴിയാം. ആവശ്യത്തിന് TV ഉണ്ട്, ഡിഷ് സ്ഥാപിച്ചിട്ടുണ്ട്, പാത്രങ്ങൾ ആവശ്യമുള്ളവരുണ്ട്, വെള്ളം ചൂടാക്കി കുടിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരം പല കാര്യങ്ങളും സ്ഥാപിച്ചത് പല സംഘടനകളെ ആശ്രയിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കടപ്പാട് ചിന്മയമിഷ്ടി കൂടിയുണ്ട്. നമുക്കറിയാം കോവിഡ് രോഗബാധ തുടങ്ങിയ സമയങ്ങളിൽ മാർച്ച് മാസങ്ങളിലാണ് നമ്മൾ സമൂഹ അടുക്കള ക്രിസ്ത്യൻ കോളേജ് ആരംഭിച്ചത്. നമുക്കറിയാം സമൂഹത്തിൽ നിരവധി ആൾക്കാർ പട്ടിണി കിടക്കുന്ന അവസ്ഥയാണ്. വീടുകളിൽ പെട്ടെന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥ, പുറത്ത് വാങ്ങാൻ കടകളിൽ സാധനം വാങ്ങാൻ കഴിയാത്ത അവസ്ഥ. അവിടെ 25,000 രൂപയാണ് പ്രിയപ്പെട്ട മാനേജർ ശ്രീ അശോകനും അതോടൊപ്പം തന്നെ ശ്രീ പ്രതിഭ അടക്കമുള്ളവർ ഈ വിദ്യാലയത്തിൽ എന്നെ വിളിച്ചു വരുത്തി ഞങ്ങൾക്കായിട്ട് കൈമാറി. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ തന്നെയാണ് എന്റെ വാഹനത്തിൽ പോയി ഈ തെരുവോരങ്ങളിൽ പട്ടിണി കിടക്കുന്ന മുഴുവൻ ആഹാരം കൊടുക്കുന്നത്. ആ 3 മാസക്കാലം മുടങ്ങാതെ കൃത്യമായ ആഹാരം കൊടുക്കാൻ കൂടി ഈ വിദ്യാലയത്തിന്റെ പങ്ക് പ്രത്യേകമായി അനുസ്മരിക്കുന്നു, പ്രത്യേകമായി നന്ദി രേഖപ്പെടുന്നു. സ്വാമിയുടെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട അശ്വസാധനം നിർത്തുന്ന ടീം വളരെ സുഖകരമായ പ്രവർത്തനമാണ് ഈ വിദ്യാലയ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാലയത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കപ്പുറം ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടി ഇവർ പങ്കാളികളാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്വാമിയോട് ഒരു അപേക്ഷ കൂടിയുണ്ട്. ഇത് വലിയ നല്ലൊരു പ്രോജക്റ്റാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം ഇപ്പം സംസ്ഥാന സർക്കാരിനെയും തദ്ദേശ
25,000 രൂപ മുടക്കിയാൽ ആ വീടിന്റെ ഒരു മെയിൻ്റനൻസ് നടപ്പിലാക്കാൻ കഴിയും. പക്ഷേ ആ വസ്തു അവർക്ക് വീതം വെച്ച് 3 പേർക്കൂടെ കൊടുക്കാൻ കഴിയത്തില്ല. അവർക്ക് വസ്തു ഉള്ളത് കൊണ്ട് മറ്റൊരു വസ്തു വാങ്ങാനുള്ള പണം അവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിയമാനുസൃതമായി ഇവർക്ക് യാതൊരു സഹായം കിട്ടത്തില്ല. പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ വെയിലും മഴയും കൊണ്ട് കഴിയുന്ന നിരവധി ആൾക്കാരുണ്ട്. ഒരു പക്ഷേ ഒരു വീടിനുള്ള സഹായം കൊണ്ട് ഒരു 100 പേരെ നമുക്ക് സഹായിക്കാൻ കഴിയും. അവിടെ പണമായിട്ട് കൊടുക്കേണ്ട പകരം അതിന്റെ മെയിൻ്റനൻസ് ആരെങ്കിലും ചോരപ്പെടുത്തി ചിലപ്പോൾ ചില വീടിന് ചിലപ്പോൾ 50,000 രൂപ വേണ്ടി വരും, ചില സ്ഥലത്ത് 25,000 രൂപ വേണ്ടി വരും. പക്ഷേ നിരവധി ആൾക്കാരെ സഹായിക്കാൻ കഴിയും. കാരണം ഇവർക്ക് നാളെ ഒരു രീതിയിൽ പോലും ഒരു വീടിന് അപേക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങാൻ കഴിയാത്ത ആളുകളായിരിക്കാം. അവരെ സഹായിക്കാൻ കൂടി ഒരു പ്രോജക്റ്റ് ഭാവി ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇത്രയേറെ സഹായം ചെയ്യാൻ ഉടനെ ചെയ്യാനല്ല പറഞ്ഞത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള അവസരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഈ നഗരസഭാ പ്രദേശത്തെ ഇങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരെയും ഒരു നിശ്ചിത തുക കൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയും. അത്തരത്തിൽ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ വലിയൊരു പുണ്യപ്രവർത്തനം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അഭ്യർത്ഥന മുന്നോട്ട് വരുന്നത്. ഭാവിയിൽ അത്തരത്തിലുള്ള കാര്യം ഗൗരവമായി ആലോചിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി തീർച്ചയായും ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന അതിയായ ഭാഗ്യമെന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇത്രത്തോളം വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ഏറ്റവും കൂടുതൽ പുണ്യപ്രവർത്തികൾ എന്ന് പറയുന്ന രൂപത്തിലുള്ള ചടങ്ങുകളാണ്. ഞാനാണെങ്കിൽ ആലപ്പുഴ തിരുവമ്പാടി സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവിടെ ഏത് സ്കൂളുകൾ വന്നാലും ഞാനാണ് രാവിലെ പ്രൊജക്റ്റിൽ കൊടുക്കുന്നത്. അവിടെ ഫ്ലാഗ് പോസ്റ്റിന് മേളിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നത് ചിന്മയ വിദ്യാലയത്തിന്റെ ബോർഡാണ്. അപ്പൊ നമുക്ക് സെക്ഷനോടുകൂടിയാണ് എപ്പോഴും പ്രതിജ്ഞ കൊടുക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ ശ്രദ്ധ പല സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഒരു ദിവസം ഒരു 10 തവണ എനിക്ക് ചിന്മയ മിഷന്റെ ബോർഡ് ഞാനൊന്ന് വായിക്കും. അതുകൊണ്ട് എന്റെ മനസ്സിൽ പറഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ചിന്മയ വിദ്യാലയം. ശരിക്കും പറഞ്ഞാൽ ആ അക്ഷരങ്ങളുടെ ഫോണ്ട് പോലും എനിക്ക് കാണാത്തോളമാണ്. അപ്പൊ അത്രത്തോളം ചിന്മയ വിദ്യാലയമായിട്ട് ചെറുപ്രായത്തിൽ അവിടുത്തെ നടക്കുന്ന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ചെറുപ്രായം മുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഇത്തരം മഹത്തായ ഒരു പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞ അതേ സന്തോഷം അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നടന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരി ഓം.